നമസ്കാരം, ഞാൻ മൃണാൾ. തമിഴ്നാട്ടിലെ യാത്രകൾക്കിടയിൽ ഇപ്പം ഇങ്ങനത്തെ ധാരാളം റെസ്റ്റോറൻറ്റുകൾ അവൈലബിൾ ആണ്. കുറേ കടകൾ പുതിയതാണ്, ഇതൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. പക്ഷേ ഗംഭീര സൂപ്പാണ്. ഇതിലൊന്നും ഒരുപാട് മസാല ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ കോഴിയുടെ ടേസ്റ്റ് ശരിക്ക് കിട്ടും. അന്യായ ഫ്ലേവറാണ്. ഇത് ഹാഫ് കേജ് ആണ്. മഞ്ഞൾ വെങ്കായ ചിക്കൻ, ചിന്താമണി ചിക്കൻ, ബോൺ പെപ്പർ ചിക്കൻ. ഇതിനേക്കാളും ചെറിയൊരു ഇല കിട്ടിയിരുന്നെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. മഞ്ഞൾ വെങ്കായം, ചിന്താമണി, പെപ്പർ ചിക്കൻ. ഇത് എല്ല് കറി അല്ലേ? ഇല്ല, പാക്കില്ല. കേരളത്തിലെ ഏതോ മലയാളി യൂട്യൂബർ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്തൊരു ചൂടാ. കേരളത്തിൽ പിന്നെ മലയാളി അല്ലാണ്ട് പഞ്ചാബി യൂട്യൂബർ ഉണ്ടാവും. അതാരാണാവോ? പ്രോപ്പർ കംഫർട്ട് ഫുഡ് ലൈനിലെ സംഭവം. ചോറും ഈ കറിയും. ഇതിപ്പോൾ എത്ര ചോറ് വേണം കഴിക്കാം, എത്ര പറച്ചോറ് വേണം കഴിക്കാം. ഷാജോൺ പറഞ്ഞ പോലെ എന്തിനാ ഇത്രയും പറച്ചോറ് കഴിക്കുന്ന, ആവശ്യത്തിന് കഴിച്ചാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല, ചില സാധനങ്ങൾ നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞാണല്ലോ കൺട്രീസ് ആയിട്ട് അങ്ങ് പോവും. ചിക്കനിൽ തൊട്ടിട്ടില്ല, ചിക്കനിൽ തൊടണമല്ലോ അല്ലേ. ആക്ച്വലി 2 കറികൾ, പിന്നെ അതിൻ്റെ എല്ലൊക്കെ കൂടിയിട്ട് മൂന്നാമതൊരു കറി. 1/2 കിലോ ചിക്കനാണ് 850 രൂപ. ചോറിന് 100 രൂപ, ചോറും കറികളും. മുട്ടയ്ക്ക് 60 രൂപ. ചെറിയ ചെറിയ പീസാണ്, എല്ലുകൾ ഭയങ്കര കുറവാണ്, അതുകൊണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര സുഖമാണ്. ഇപ്പോൾ വന്നതാണ്. എല്ലുകൾ ഭയങ്കര കുറവാണ്. സാധാരണ നാട്ടുകളിൽ ഭയങ്കര എല്ലായിരിക്കും. ആക്ച്വലി ഈ വീഡിയോ എനിക്കിതിൽ നന്നായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയല്ല. പക്ഷേ ഒരു രക്ഷയില്ല. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവരുടെ ക്യൂരിയോസിറ്റിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഒന്നും എന്തെങ്കിലും തൊടുന്ന സമയത്ത് സാർ അതെടുക്കല്ലേ, ഇതെടുക്ക്, മൊത്തത്തിലും അവർ കയറി അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ദയവ് ചെയ്ത് പരിഭവം വിചാരിക്കരുത്. അത് അവരുടെ ഒരു ആങ്സൈറ്റി കൊണ്ടാണ്. അവിടെ വിളിച്ചു. മസാല ഭയങ്കര കുറവ്, എരിവും ഭയങ്കര കുറവാണ്. അത് ഹൈവേയിൽ പോകുന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ കയറാം. ഇത് സാധാരണ ഈ നാട്ടുകോഴി മറ്റേ സാധനം ഉണ്ടല്ലോ, ഭയങ്കര എരിവായിരിക്കും. ഇതും എരിവുണ്ട്, പക്ഷെ എന്നാലും സൈക്കബിൾ എരിവാണ്. ഈ മുട്ട ഇത് ഞാൻ ഈ അടുത്ത കാലത്ത് കഴിച്ചിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് സ്ക്രാമ്പിൾഡ് എഗ്ഗാണ്. അതിനകത്ത് നല്ല ഫ്ലഫിനെസ് ഉണ്ട്, ആവശ്യക്കുള്ള ഉപയോഗിച്ചിട്ടില്ല. മുട്ട ടേസ്റ്റ് ചെയ്യാം, ഉള്ളിലേക്ക് ഇട്ട് സൂപ്പർ. പക്ഷേ ചോറിൻ്റെ കൂടെ അങ്ങനെ വർക്ക് ചെയ്യില്ല. ഇത് ഒറ്റയ്ക്ക് കഴിക്കാൻ രസം. ചോറിൻ്റെ കൂടെ അല്ല വർക്ക് ചെയ്യാതെ, പച്ചച്ചോറിൻ്റെ കൂടെ വർക്ക് ചെയ്യും. കറി വന്നപ്പോഴായിരിക്കും. പച്ചച്ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊരു പ്രതീക്ഷയാണല്ലോ ജീവിതം. കറി ചേർത്ത് ചോറിൻ്റെ കൂടെ വർക്ക് ചെയ്യില്ല. കാരണം അതിൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് ആ ശരിക്കും മുട്ടയുടെ ഒരു സ്പൈസസും ഇല്ലാണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ജസ്റ്റ് ആ കുരുമുളക് മാത്രം. അപ്പം ഒരു കറി ചേർത്ത് കുഴച്ച ചോറിൻ്റെ കൂടെ കഴിക്കുമ്പം അതിൻ്റെ ആ ഒരു സത്വം നഷ്ടപ്പെടണം. പക്ഷെ അതേസമയത്ത് വെറും ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഈ ഒരു ഫാറ്റിൻ്റെ ലെയർ. കോഴിക്ക് 3 ഫാറ്റോ. ശരി, മുട്ട കഴിച്ചിട്ട് കോഴിയിലേക്ക് വന്നപ്പം ആ മുട്ടയും ചോറും ആയിരുന്നു ബെറ്റർ. എന്ന് വെച്ചാൽ കോഴി മോശമല്ല, മുട്ട കിട്ടില്ല. പ്രത്യേകിച്ച് അതിനകത്ത് ഇത്ര കൊച്ചുള്ളിയും ഒക്കെ.
ഇവിടെ എവിടെ ചെറിയ ഉള്ളിയുടെ ലോറി മറിഞ്ഞിട്ടുണ്ട്. അത്രയും ചെറിയ ഉള്ളിയാണ് ഇവിടെ. മഞ്ഞൾ വെങ്കായം, സോറി, അത് കറിയല്ല, രസമായിരുന്നു. നല്ല രസം. രസത്തിൻ്റെ ഗ്ലാസ്സിലാക്കി. തക്കാളി രസം പത്താക്കാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതല്ല. ഒരു കയ്യിൽ ക്യാമറ ആണ്. സുരാജ് ഒരു സിനിമയിൽ പറയുന്നുണ്ട്, അറപ്പിക്കല്ലേ എന്ന്. അതാണ് അവിടുത്തെ സീൻ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനീ ഷൂട്ട് ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന എണ്ണം ഭയങ്കര വലുതാണ്. കാരണം ഇപ്പം ഞാൻ എൻ്റെ കണ്ണെങ്ങാനും ക്യാമറയിൽ നിന്ന് മാറുമ്പം അവരുടെ മുഖത്തുള്ള വികാരങ്ങൾ മൊത്തം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ചെയ്യേണ്ടത് ഒരു മുട്ടയും കൂടെ പറഞ്ഞു, ഇത്തിരി ചോറും കൂടെ പറഞ്ഞു. ചോറും മുട്ടയും കഴിക്കില്ല. ഇപ്പം തന്നെ ഒരുപാട് ഭക്ഷണം കഴിച്ചു, ഓവറായിപ്പോൾ.